സ്ക്രീൻ കാണുന്നുണ്ടോ? ശരി. അവിടെ കോ-ഹോസ്റ്റ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തേക്കോ പ്രോഗ്രാം? ഇനി ആർക്കും മിസ്സായിട്ടുണ്ടെങ്കിൽ. ചെയ്യുന്നുണ്ട് സാർ, ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ്. ജോളി സാർ ഓൾറെഡി സൂചിപ്പിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ആവാനും കോ-ഹോസ്റ്റ് ഒക്കെ ഒന്ന് വിജിലന്റ് ആയിട്ടിരിക്കണേ. ഇന്നത് നാലാമത്തെ അല്ല 5ാമത്തെ പ്രോഗ്രാമാണ് കേട്ടോ. രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണേ. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ ടെക്നോളജി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാവരും പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. ആരുടെയും കുഴപ്പമില്ല, പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മ്യൂട്ടാക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് അലർട്ടായിരുന്നാൽ മതി കേട്ടോ. സോ 2 കാര്യങ്ങൾ ഞാൻ എന്റെ പ്രൊമോ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2 കാര്യങ്ങൾക്കാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ, അല്ലെ? ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ പിടിച്ചു നിർത്തുക. എക്സ്പെഷ്യലി ഞാൻ ഇങ്ങനെ കൂടി പറഞ്ഞിരുന്നു, കുട്ടികളുടെയും പ്രായമുള്ളവരുടെയും. കഴിഞ്ഞ ദിവസം എന്തോ അമ്മ പുറത്തേക്ക് എവിടെയോ പോയിട്ട് വന്നപ്പോ അച്ഛനമ്മയെ വഴക്കിടാണ്. നിനക്കൊന്നും കുഴപ്പമില്ല, ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ മാത്രമേ അപ്പൊ അച്ഛന്റെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൊറോണ പിടിക്കുമെന്നുള്ള അച്ഛന്റെ പേടിയായിരിക്കാം അങ്ങനെ പറയിച്ചത്. അപ്പോ അതെല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം വലിയ പ്രശ്നമൊന്നും ഇപ്പൊ ഉണ്ടാക്കണില്ല, പക്ഷേ ചില സ്ഥലത്ത് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അവിടെയാണ് ഇത് പ്രശ്നം. 2, ജീവനേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നത് ജീവനോപാധികളാണ് പലരുടെയും. ഞാൻ പല മാളുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പല ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ പോകുമ്പോൾ ഒരു 30% ഷോപ്പ് കണ്ട് ഡെഡാണ്, ആരും കയറുന്നില്ല, ഒരാൾ പോലും കച്ചവടമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് വന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം എനിക്ക് തരാൻ പറ്റും? നിങ്ങൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരത്തിൽ നിന്നും ഒരു വരുമാനം, നിങ്ങളുടേതായ, എനിക്കറിയില്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് കുറെ വഴി കാണിച്ചു തരാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കൂ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി കിടപ്പുണ്ട്, നിങ്ങൾ ഇങ്ങനെ വഴിയിലൊന്ന് സഞ്ചരിച്ച് നോക്കൂ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ ഈ പ്രോഗ്രാമിന് എൻഡ് വരെ നിങ്ങൾ ഉണ്ടാവണം. നമുക്ക് എൻഡിൽ ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അത് ലൈഫിൽ നിങ്ങളുടെ വോയിസ് ക്ലിയർ അല്ല കേട്ടോ സാറേ, വോയിസ് ക്ലിയർ അല്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്, വെരി ക്ലിയർ ആണ്. പറഞ്ഞാൽ ആ പ്രദേശം അവിടെ എന്തെങ്കിലും പ്രോബ്ലം കാണും. ശരി ശരി, ഓക്കെ. ഒന്ന് ലോഗ് ഔട്ട് ഇട്ട് ലോഗിൻ ചെയ്തോളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്ന് മാറി നിന്നോളൂ, കാരണം അവിടെ ചിലപ്പോൾ നെറ്റ് അത്രയും കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ശരി ശരി, ഓക്കെ. ഞാൻ ഹെഡ്ഫോണൊക്കെ ഊരി കളഞ്ഞു ക്ലിയർ അല്ലെന്ന് പറഞ്ഞപ്പോ. ഐ തിങ്ക് ഓക്കെ. സോ നമുക്കിപ്പോ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഞാൻ ഈ വെൽത്ത് പാർട്ടിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹാപ്പിനെസ്സിനാണ്. നമ്മളെല്ലാവരും ഓടുന്നതിന് വേണ്ടിയിട്ടല്ലേ, സന്തോഷം അല്ലേ? അപ്പോൾ ഒരു വെൽനെസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാം, ലൈഫിൽ എങ്ങനെ സന്തോഷം കൊണ്ടുവരാം എന്നുള്ളതാണ് ഇത് പോവുക. പക്ഷെ അതിന്റെ എല്ലാ എലമെന്റുകളും എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഈ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് 8 ഡയമെൻഷൻസ് ഉണ്ടെന്നാ പറയാ. നമ്മുടെ ഇമോഷണൽ, വൈകാരികപരമായ വെൽനെസ് ഒരു ഘടകമാണ്. ഇന്റലക്ച്വൽ, ബൗദ്ധികപരമായ വെൽനെസ് ഒരു ഘടകമാണ്. ഒക്യുപേഷണൽ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അവിടെയും ഈ വെൽനെസ് ബാധകമാണ്. അപ്പൊ അത് ആരോഗ്യമല്ല, തൊഴിൽപരമായ ആരോഗ്യമാണ്, ബൗദ്ധികപരമായ ആരോഗ്യമാണ്, വൈകാരികപരമായ ആരോഗ്യമാണ്. അല്ലെങ്കിൽ എൻവയോൺമെന്റൽ, പരിസ്ഥിതി. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ വൃത്തികെട്ടതാണെങ്കിലോ നമുക്കവിടെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുമോ? സോ ഇങ്ങനെ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ, സമൂഹം, നമ്മൾ തനി കുശുമ്പും കുന്നായ്മയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നെങ്കിലോ നമുക്ക് അവിടെ വെൽനെസ് പ്രാക്ടിക്കലാണോ? ഒന്നുമല്ല. അപ്പൊ നമുക്ക് മാത്രം ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് മാത്രം സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. പല 8 മേഖലകൾ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന പാർട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു സമയത്തിന്റെ വലിയ പരിമിതി ഉണ്ട്, കാരണം 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 മേഖലകളെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഒന്ന് നമ്മുടെ ഫിസിക്കൽ വെൽനെസ്, 2 നമ്മുടെ ഫിനാൻഷ്യൽ വെൽനെസ്. ഇപ്പൊ പല കുടുംബത്തിന്റെ സന്തോഷം ആണോ? വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്.
ശ്രീനേച്ചി ആ വീടിന്റെ മേളിലേക്ക് കയറിക്കോളൂ, ഇപ്പൊ ക്ലിയർ ആവും. ക്ലിയർ ഓക്കെ ഓക്കെ. അപ്പോ ഈ രണ്ട് പാർട്ട്, ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ, ഈ രണ്ട് പാർട്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യുക. കാരണം ഒരു പരിധിവരെ നമ്മുടെ വീടിന്റെ സന്തോഷം കളയുന്ന, ഹാപ്പിനെസ് കളയുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വരുന്ന അസുഖങ്ങളായിരിക്കാം, രണ്ട് നമ്മുടെ സമ്പത്തില്ലായ്മയായിരിക്കാം. അപ്പൊ അതിലെന്ത് ഒരു ക്രിയേറ്റീവ് ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റിയാൽ ഞാൻ ഈ പ്രോഗ്രാം വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പാർട്ട് എടുക്കാം, ഫിസിക്കൽ വെൽനസ്, നമ്മുടെ ശാരീരികപരമായ ആരോഗ്യം. നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇന്ന് അതിന്റെ ഒരു സൂക്ഷ്മ തലത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും. ഈ ഫിസിക്കൽ വെൽനസ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിങ്ങൾ കരുതുന്നുണ്ടോ, നമ്മുടെ നമുക്ക് ആരോഗ്യം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? ഹോസ്പിറ്റലുകളാണ് അല്ലേ? ഇപ്പൊ ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാൻ കുറെ നാള് ബാംഗ്ലൂർ സെറ്റിലായിരുന്നു. എൻ്റെ എറണാകുളം സിറ്റിയുടെ 7 ഇരട്ടി ഉണ്ട് എൻ്റെ ബാംഗ്ലൂർ സിറ്റി. 70 ഇരട്ടി ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ ആ 70 ഇരട്ടി ഡെൻസിറ്റി ഉള്ള അത്രയും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുള്ളതിനേക്കാൾ 7 ഇരട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എൻ്റെ കൊച്ചിൻ സിറ്റിയിലുണ്ട്, എറണാകുളം സിറ്റിയിലുണ്ട്. അപ്പൊ നമ്മൾ കരുതുന്നുണ്ടോ നമ്മുടെ ആരോഗ്യം? അപ്പൊ ആതുര സേവന രംഗം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുജനാരോഗ്യം കൂടുന്നതിന്റെ ലക്ഷണമായിട്ടാണ് കരുതാൻ പറ്റുന്നത് കരുതുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ ശാരീരിക ആരോഗ്യം അത് എങ്ങനെ നമുക്ക് നമ്മുടെ, കാരണം ഇതെന്താ അറിയോ, ഈ ആന കുത്താൻ വന്നാൽ നമ്മൾ പേടിക്കും, ഓടും. ഇപ്പൊ ആന കുത്താൻ വന്നാൽ, നാളെ ഒരു ആന മതം പൊട്ടി വന്ന് കുത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കില്ല, നാളെ ആട്ടെ നോക്കട്ടെ എന്ന് പറയാം. അതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവിടെ എങ്ങനെ നമ്മൾക്ക് ഒരു മൈക്രോ ലെവലിൽ നമ്മുടെ ഫാമിലി കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ അവിടെ ആരോഗ്യത്തിന്റെ ലക്ഷണം അല്ലെ, ആരോഗ്യത്തിന്റെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഒരിക്കലും വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റലുകളല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്കാര് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പോളിസി തന്നിട്ടുണ്ടോ? ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്തെങ്കിലും തന്നിട്ടുണ്ടോ അവര്? ഏതെങ്കിലും ഇൻഷുറൻസുകാര്? ശരി, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്കൊരു നല്ല ഹെൽത്ത് പാക്കേജ് ഞങ്ങൾ തരാം, അതിനുവേണ്ടി ഞങ്ങൾ ഫണ്ട് ചെയ്യാം. ആരെങ്കിലും തന്നിട്ടുണ്ടോ? തരില്ല. അവരുടെ കമ്പനി നഷ്ടത്തിലേക്ക് പോകും. മറ്റ് പലരും നഷ്ടത്തിലേക്ക് പോകും, അവിടെ തരില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കടയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ. അപ്പൊ ആള് പറയാണ്, സാർ ഞങ്ങളുടെ ഇങ്ങനെയാണ് പറയുക, ഒരു പ്രദേശത്ത് ഒരു ബേക്കറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2 മെഡിക്കൽ സ്റ്റോറുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഇന്ന് പുതിയതായി തുടങ്ങുന്ന 10 കടകളിൽ 7 ഒരു ബേക്കറിയോ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് കടകളായിരിക്കും. ബേക്കറിയോ റെസ്റ്റോറൻറ്റ്സോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇത് എങ്ങോട്ടേക്കാണ് നമ്മളെ നയിക്കുക? അനാരോഗ്യത്തിലേക്ക് നയിക്കുന്ന ഞാൻ ബേക്കറി നടത്തുന്ന ആരെങ്കിലും കൊണ്ട് എന്നെ വിളിച്ച് തെറി പറയരുത് കേട്ടോ. ഞാൻ സാഹചര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഒന്നിനും എതിരല്ല കേട്ടോ, ബേക്കറിക്കെതിരല്ല, ഹോസ്പിറ്റലിനെതിരല്ല, അങ്ങനെ ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇതിനെ വെൽനസ് റെവല്യൂഷൻ, കാരണം ഈ കാലഘട്ടം നമ്മൾ വർഷങ്ങളായി ആൾക്കാരോട് പറയുന്നു നല്ല ഫുഡ്. പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ വന്ന് അവനാണ് ശരിക്കും വിപ്ലവകാരി. അവനാണ് EMSന്റെ കൊച്ചുമോൻ. യഥാർത്ഥ വിപ്ലവകാരി ഈ കൊറോണയാണ്. കാരണം എന്താണെന്നറിയോ, മനുഷ്യ മനസ്സുകളിൽ വർഷങ്ങളായിട്ട് ആധ്യാത്മിക ആചാര്യന്മാരും സാംസ്കാരിക നായകരും ഒക്കെ മാറ്റം, അല്ലെങ്കിൽ മതപണ്ഡിതന്മാരും ഒക്കെ വരുത്താൻ ശ്രമിച്ചിരുന്ന മാറ്റങ്ങളെ നിഷ്പ്രയാസം മനുഷ്യന്റെ മനസ്സിലേക്ക് കയറ്റിയ യഥാർത്ഥ വിപ്ലവകാരി നമ്മളുടെ ഈ കൊറോണയാണ്. സർഫെക്സലിന്റെ പരസ്യം പോലെയാണ് കൊറോണ നല്ലതാണ്. അപ്പൊ ഇവിടെ വൈ വെൽനസ് ഇസ് എ നെക്സ്റ്റ് ബിഗ് തിങ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വെൽനസ് അടുത്ത വലിയ കാര്യം എന്ന് പറയുന്നത്? ആളുകൾ മാറില്ല, അവരുടെ പ്രയോറിറ്റീസ് മാറും. പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടോ ഇല്ലയോ? ഈ കൊറോണയ്ക്ക് മുമ്പ് നിങ്ങളുടെ കുഞ്ഞിന് ചെറുതായിട്ട് മൂക്കൊലിപ്പ് വന്നാൽ തന്നെ നിങ്ങൾ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് പീഡിയാട്രീഷ്യനെ കാണാൻ പോയിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് എന്തേ ഇപ്പൊ പോവാത്തെ? ഇപ്പോഴെന്തേ പോവാത്തെ? ഈ കൊറോണയ്ക്ക് ശേഷം നിങ്ങൾ പീഡിയാട്രീഷ്യനെ കാണാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് മൂക്കൊലിപ്പിന് വലിയ അസുഖം വന്നാൽ പോകുന്നുണ്ടാവും, മൂക്കൊലിപ്പിന് എന്തേ പോവാത്തെ? നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആയി.
നിങ്ങളുടെ പ്രയോറിറ്റി അന്ന് മോഡേൺ മെഡിസിൻ ആയിരുന്നെങ്കിൽ ഇന്ന് അതല്ല. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ മുത്തശ്ശിയുടെ അറിവിലേക്ക് ചോദിക്കും, അമ്മയെ കുഞ്ഞിന്റെ മൂക്കൊലിക്കുന്നുണ്ടല്ലോ, എന്താ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരാളോട് നിങ്ങൾ ചോദിക്കുന്നു, എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് ഇങ്ങനെ തിരിഞ്ഞു. അതേപോലെ തന്നെ ഇന്ന് ആൾക്കാരുടെ പ്രയോറിറ്റി രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതിനാണ് പബ്ലിക്കിന്റെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജോളി സാർ നേരത്തെ പറഞ്ഞു ടീച്ചറമ്മ, ഞാൻ ഇതെല്ലാം ഞാൻ കാണിക്കും. ഈ സാധനം ഇതെന്താണെന്നറിയോ? നമ്മുടെ നേരത്തെ പറഞ്ഞ ആന കുത്താൻ വന്ന നേച്ചർ ഇല്ലേ, എല്ലാവർക്കും വരും എനിക്ക് വരില്ല എന്നൊരു നേച്ചറാണ് പൊതുവെ നമുക്ക്. കൊറോണയ്ക്ക് വന്ന നിങ്ങൾക്ക് കൊറോണയുടെ ലക്ഷണം കാണിച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ 50%-ലധികം ആൾക്കാർ മടിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇതിന് ടെസ്റ്റ് ചെയ്തിട്ട് അതോടെ പോയിട്ട് കൊറോണയാണെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അതിന് ഭേദം വെറുതെ വീട്ടിയിരിക്കുന്നതല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മ കുറെ നാൾ കൂടി ജീവിക്കുമായിരുന്നു ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ. ടീച്ചർക്ക് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. ടീച്ചർ കുറെ ഗുളികയുടെ പുറത്താണ് ജീവിച്ചിരുന്നത്. പക്ഷേ കുറെ നാൾ കൂടി നമ്മുടെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. ജോളി സാർ നേരത്തെ പറഞ്ഞു, SP സാർ കുറെ നാൾ കൂടി ഉണ്ടാകുമായിരുന്നു. ഞാൻ എന്തിനാ നിങ്ങളെ കാണിച്ചെന്നറിയാവോ? നമ്മൾക്ക് ഇവരൊക്കെ മരിച്ചപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സങ്കടം അതിന്റെ പരമകോടിയിലെത്താൻ പോകുന്നത് നമ്മളുടെ 4 ചൂരുകൾക്കകത്തോ അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു ബന്ധുവോ സുഹൃത്തിനോ ഇത് പറ്റുമ്പോഴാണ് ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ സങ്കടം പരമകോടിയിലേക്ക് എത്താൻ പോകുന്നത്. ഇത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ? കൊറോണ എല്ലാം ഒരു ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 1% താഴെയാണ്. 1% ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? 1 ലക്ഷം പേർക്ക് വന്നാൽ എന്നിട്ട് 1000 പേര് പോലും മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? പുരുഷന്മാരാണ് കൂടുതൽ മരിച്ചിരിക്കുന്നത്. കണക്ക് നോക്കിയായിരുന്നോ? കാരണം ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ബാധിക്കുക. ഈ സിഗരറ്റൊക്കെ വലിച്ച് ഈ സാധനം മുഴുവൻ കൊളാക്കി വെച്ചിരിക്കണാരാ? പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരാണ്. അപ്പോ ഇനി ആന്തരികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലേ അവർക്ക് എന്തെങ്കിലും ഇത് ഗുരുതരമായിട്ട് ബാധിക്കുകയുള്ളൂ. ഈ ആന്തരികമായ പ്രോബ്ലം ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാണ്? ഹോസ്പിറ്റലെ വിശ്വസിച്ചിട്ടോ? അതാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ, ഹോസ്പിറ്റൽ ഉണ്ടല്ലോ മരുന്നുണ്ടല്ലോ എന്നുള്ള ധാരണയെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ ഒരു പുസ്തകം വായിക്കണം. ഇതൊരു നിസ്സാരക്കാരന്റെ പുസ്തകമല്ല കേട്ടോ. ഞാൻ കൂടുതലൊന്നും ബ്രീഫ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോൾ സെയിന്റ് പിൽസർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പോൾ സെയിന്റ് പിൽസർ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിൽ ഒന്നാണ്. ദ വെൽനസ് റെവല്യൂഷൻ, ദ ന്യൂ വെൽനസ് റെവല്യൂഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹെൽത്ത് കെയർ മേഖല എന്നാണ് ആരോഗ്യ മേഖലയെ പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഹെൽത്ത് കെയർ ആണോ? അല്ല. ഹെൽത്ത് കെയറിയല്ല, രോഗത്തെ ചികിത്സിക്കുകയാണ്. അപ്പോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു തെറ്റായ നാമമാണെന്നുള്ളതാണ് അദ്ദേഹം പുസ്തകത്തിൽ പറയുക. അത് സിക്നെസ് കെയർ ആണ്. ഹെൽത്ത് കെയർ ചെയ്യാൻ മരുന്നിന് ശക്തിയില്ല. ഹെൽത്ത് കെയർ ചെയ്യാൻ ഉഷേച്ചി ഒന്ന് നെറ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തു കേട്ടോ. അപ്പോ സിക്നെസ് കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഇന്ന് തെറ്റായിട്ട് ഹെൽത്ത് കെയർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, അതിനെ ഒരു മിസ്നോമർ, തെറ്റായ നാമം എന്നാണ് അദ്ദേഹം വിളിക്കുക. ഒന്ന് മ്യൂട്ടാക്കോ. നോ വൺ റിയലി വാണ്ട്സ് ടു ബി എ കസ്റ്റമർ. നമ്മളിൽ ഒരാളും, ഇത് ഹെൽത്ത് കെയർ ആണെങ്കിൽ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന മേഖലയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ ആവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നോ, ഒരാളും ഇല്ല. നമുക്ക് അസുഖം വരുമ്പോഴാണ് നമ്മൾ അവിടെ പോവുക, ശരിയല്ലേ? ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഹോസ്പിറ്റലിൽ പോരുന്നല്ല ഞാൻ പറയുക. നമ്മൾക്ക് പോവാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ആലോചിക്കാം. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. പക്ഷെ നമ്മൾ സന്തോഷത്തോടെയാണോ പോവുക? അല്ല. ഹോസ്പിറ്റലിൽ സന്തോഷം ഇല്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഉണ്ണി പിറക്കുന്നത് ഹോസ്പിറ്റലുകളുടെ നന്മയാണ്. നന്മയുള്ള കേന്ദ്രം കൂടിയാണ് ഹോസ്പിറ്റലുകൾ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ വരണം. അവിടെ അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു വെർഷനിലാണ് ഇത് അവതരിപ്പിക്കുക. ആരാണ് ആ മേഖലയുടെ ബെനിഫിഷ്യറീസ്? നമ്മൾ വെൽത്ത് പാർട്ട് കൂടി സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ നമ്മുടെ പണം കൂടുവോ കുറയുമോ, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് നോക്കാം. മേളിൽ തുടങ്ങാം. കമ്പനീസ്. ഈ കമ്പനികളാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ്, ഇവരാണ് ഇതിന്റെ ഒന്നാമത്തെ ബെനിഫിഷ്യറീസ്.
കുറെ ആൾക്കാർ ചേർന്ന് കമ്പനീസ് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ വ്യക്തികൾ ചേർന്നോ ഇത് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലുകൾ കിട്ടുന്നു, അവരിതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറുന്നു. ഇതിൽ പോളിസി മേക്കേഴ്സ് ഉണ്ട്, ഗവൺമെന്റ്സ്, ലീഗൽ അതോറിറ്റീസ്, പോളിസി മേക്കേഴ്സ് ഉണ്ട്. ഈ മേഖലയിൽ എഡ്യൂക്കേഷനും റിസർച്ച് നടക്കുന്നുണ്ട്. ആ എഡ്യൂക്കേഷണൽ റിസർച്ച് ചെയ്യുന്ന ലാബ്സ് ആണ്. ലാബ്സിന് ഈ മേഖലയിൽ നിന്ന് ബെനിഫിഷ്യറി ആണ്. യൂണിവേഴ്സിറ്റീസ്, എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ ഈ മേഖലയുടെ ബെനിഫിഷ്യറീസ് ആണ്. നോക്കൂ, ഇപ്പോ ഇന്ന് സുപ്രീം കോടതിയിലെ കേസും അല്ലെ വിധി വരുന്നു മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ. നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നൊരു സാധാരണക്കാരൻ അപ്രോച്ച് ചെയ്യാവുന്ന മേഖലയാണ് ഈ സെഗ്മെന്റ് എന്ന്? മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ 65 ലക്ഷം രൂപ മുതൽ 1.25 കോടി രൂപ വരെ കച്ചവടം നടക്കുന്ന ഓരോ മെഡിക്കൽ സീറ്റുകളും. ഇത് ആരെ വിശ്വസിച്ചിട്ടാണ് ഇവരൊക്കെ ഈ സീറ്റ് മേടിക്കുക? ആ നടുക്കോട്ട് നോക്കുക, പേഷ്യൻസ് അല്ലെങ്കിൽ സിറ്റിസൺസ്, നമ്മളെ വിശ്വസിച്ചിട്ടാണ്. മറ്റു ബെനിഫിഷ്യറീസ് ഉണ്ട്, ഇൻഷുറൻസുകാരും ഇൻവെസ്റ്റേഴ്സും. ഫണ്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഈ മേഖലയിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. ഇനിയും ബെനിഫിഷ്യറീസ് ഉണ്ട്. നോക്കൂ, ചാരിറ്റി സ്ഥാപനങ്ങൾ, തേർഡ് സെക്ടർ അസോസിയേഷൻസ്, കുറെയൊക്കെ ഈ മേഖലയിൽ കുറെ നന്മയുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അവർ ചെയ്യുന്ന കുറെ ഹോസ്പിറ്റലുണ്ട്. ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പ്രൊഫഷണൽസ്, ഡോക്ടർമാര്, മെഡിക്കൽ സപ്ലയേഴ്സ്, ഇവർക്കൊക്കെ ഇതിന്റെ പ്രയോജനമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ പോക്കറ്റിലെ പണമാണെന്നറിയാവോ? പേഷ്യൻസ് അല്ലെങ്കിൽ സിറ്റിസൺസ്. നമുക്ക് ഓണം വരുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഒരു ടെക്സ്റ്റൈൽസുകാരൻ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് വന്ന് അവിടെ ആ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ കസ്റ്റമേഴ്സിനെ ആശ്രയിച്ചാണെങ്കിൽ ഓരോ ഹോസ്പിറ്റലുകാരും അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരും ഒക്കെയാണ്. അപ്പോ അവിടെയാണ് നമ്മൾ വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ച് പഠിക്കേണ്ടത്. കാരണം നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന പൈസ, നമ്മളൊരു വീട് പണിയാൻ വെച്ചിരിക്കുന്ന പൈസ, നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വെച്ചിരിക്കുന്ന പൈസ, ഇനി പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങുന്ന പൈസ, നമ്മുടെ പ്രമാണം കൊണ്ട് പണയം വെക്കുന്ന പൈസ, ഇതൊക്കെ കൊണ്ട് ഇവിടെ കൊടുക്കണോ? ശ്രദ്ധിക്കൂ, നമ്മള് ഓമനിച്ച് വളർത്തുന്ന മക്കളുടെ മുമ്പിൽ നമ്മളൊരു രോഗിയായിട്ട് കിടക്കണോ? നമുക്ക് പക്ഷെ പ്രയോറിറ്റീസ് മാറിപ്പോയി അല്ലേ? കുറെ കാര്യങ്ങൾ ഈ മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഒരു പോയിന്റ് കൂടി നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ ഇതിനു മുമ്പത്തെ 1-2 മീറ്റിങ്ങുകളിൽ ഞാൻ ഈ പദം പരിചയപ്പെടുത്തിയിരുന്നു. ഒരു പക്ഷെ നിങ്ങൾ പലരും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ വാക്ക് കേൾക്കുക. കാരണം ഇവിടുത്തെ ഒരു മീഡിയാസും ഈ വാക്ക് ഡിസ്ക്ലോസ് ചെയ്യില്ല. ഈ വാക്ക് അയാട്രോജനിക് ഡിസീസ് എന്നൊരു വാക്കാണ്. അയാട്രോജനിക് ഡിസീസ്. ഇപ്പൊ മാതാപിതാ, ഗൂഗിൾ, ദൈവം എന്നാണല്ലോ പറയാ. നിങ്ങളൊന്ന് ഗൂഗിളിൽ കയറിയിട്ട് ഈ അയാട്രോജനിക് നോക്കണം. അയാട്രോ എന്ന വാക്കിന്റെ അർത്ഥം ഡോക്ടർ എന്നാണ്. ജനിക് എന്നാൽ കാരണമാകുന്നത്. ഡോക്ടർമാര് രോഗികളെ കൊല്ലുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മെഡിക്കൽ എറർ കൊണ്ടോ അല്ലെങ്കിൽ ഇവർ കുടിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടോ നിശ്ചിത കാലാവധിയിൽ എത്തി മരിക്കേണ്ട ഒരാൾ അതിനും മുമ്പേ മരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് ഈ അയാട്രോജനിക് ഡിസീസ് ആണ്. ഇത് വളരെ ഭീകരമാണ്. നമ്മൾക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എന്താ പറയാ മേടിക്കുന്ന ആദ്യ ഗുളിക നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ അയാട്രോജനിക് ഡിസീസിലേക്കും അയാട്രോജനിക് ഡെത്തിലേക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കഴിയാവുന്നതും പോവാതിരിക്കണമെങ്കിൽ ആദർശം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കൃത്യമായ പദ്ധതികൾ ഉണ്ടാവണം. ഈ അയാട്രോജനിക്ക് US ഒരു റേറ്റ് ആണ് കേട്ടോ, 2012 കണക്കാണ്. അപകടം മൂലം 93,000 പേര് മരിച്ചപ്പോൾ, ശ്വാസകോശം മൂലം പ്രശ്നം മൂലം 1,23,000 പേര് മരിച്ചപ്പോൾ, സ്ട്രോക്ക് വന്ന് 1,66,000 പേര് മരിച്ചപ്പോൾ, അങ്ങനെ ഒരു 6ാമത്തെ ഏറ്റവും വലിയ കാരണം, 5ാമത്തെ ഏറ്റവും വലിയ കാരണം, 4ാമത്തെ ഏറ്റവും വലിയ കാരണം, ഇങ്ങനെ 2ാമത്തെ ഏറ്റവും വലിയ കാരണം ഹാർട്ട് ഡിസീസ് ആയിരുന്നെങ്കിൽ 1ാമത്തെ ഏറ്റവും വലിയ കാരണം അയാട്രോജനിക് ഡിസീസ് ആയിരുന്നു. 7,40,000 ഡെത്ത് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മെഡിക്കൽ എറേഴ്സ്, അതിന്റെ റിയാക്ഷൻസ്, മരിക്കാത്തവർ വേറെ. ഇത് അമേരിക്കയിലെ കണക്കാണല്ലോ അല്ലേ? നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് പോവാം. ഗൂഗിൾ എടുക്കുക. ഇത് ഞാൻ കഴിഞ്ഞ മാസം എടുത്ത കണക്കാണ്. അയാട്രോജനിക് ഡെത്ത് ഇൻ ഇന്ത്യ ഒന്ന് സെർച്ച് ചെയ്യുക. 5.2 മില്യൺ ആൾക്കാർ, 5.2 മില്യൺ ആൾക്കാരെ ഈ സാധനം കൊണ്ടുപോയി. നമ്മൾ എത്ര പേര് ചർച്ച ചെയ്തു? ഈ കൊറോണ കൊണ്ടുപോയത് ഇന്ത്യയിലാകെ 5,000 എത്ര, ഈ കണക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്രയും ആൾക്കാരാണെങ്കിൽ ഓരോ വർഷവും 5 മില്യൺ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു മീഡിയയും ബ്രേക്ക് ചെയ്യുന്നില്ലല്ലോ.
ഒരു പത്രത്തിൽ വരുന്നില്ലല്ലോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതെല്ലാം ഒറ്റ ചങ്ങലയിൽ കൊടുത്ത കണ്ണികളാ. ഈ ഇതിൽ കൊണ്ട് തല വെക്കാതെ നോക്കണം. എങ്ങനെ നോക്കാൻ പറ്റും? അവിടെയാണ് വെൽനസ്. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയില്ലെങ്കിൽ നാട്ടുകാർ നോക്കില്ല. കാലം കഴിയും തോറും ഇതിനകത്ത് ഇപ്പൊ ലേഡീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല, കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം നിങ്ങൾക്കുണ്ടോ? ആരെങ്കിലും ഉത്തരം പറയാവോ? നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അമ്മുമ്മ ഇല്ലേ, ഉമ്മുമ്മ, മുത്തശ്ശി, ആ മുത്തശ്ശിയുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവുമായിട്ട് കമ്പയർ ചെയ്യാനെങ്കിലും പറ്റുമോ? അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാലം കഴിയും തോറും നമ്മുടെ ആരോഗ്യം കെട്ടുവരുവാണോ നന്നായി വരുവാണോ? ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ കൂടി വരുന്നോ കുറഞ്ഞു വരുന്നോ? ചികിത്സാ ഫെസിലിറ്റീസ് കൂടി വരുന്നോ കുറഞ്ഞു വരുന്നോ? അതിൽ നിന്ന് തന്നെ ഞാൻ ഇത്രയും നേരം സംസാരിച്ച കാര്യം സത്യമാണെന്ന് മനസ്സിലായില്ലേ? ഉയർന്നു വരുന്ന ഹോസ്പിറ്റൽ ബിൽഡിങ്ങുകളല്ല നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുക, മറിച്ച് നമ്മുടെ ജീവിത രീതിയും നാം കഴിക്കുന്ന ഭക്ഷണവുമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നല്ല തലമുറയാണ്, ഒരു നല്ല കുട്ടിയാണ്, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നല്ല ഇതാക്കുക. അവരുടെ കുട്ടികൾ ഒന്ന് റിവേഴ്സ് ചിന്തിച്ചേ. മുത്തശ്ശിയുടെ ആരോഗ്യം നമ്മുടെ അമ്മയ്ക്കില്ലെങ്കിൽ, അമ്മയുടെ ആരോഗ്യം നമുക്കില്ലെങ്കിൽ, നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കൾക്കുണ്ടാവുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഒരു 2 തലമുറകൾ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ അവസ്ഥ എന്താവും? നിങ്ങൾ സ്കൂളിലെ ബസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര കുട്ടികൾക്ക് കണ്ണട ഉണ്ടായിരുന്നു? ഇന്ന് നിങ്ങൾ സ്കൂൾ ബസ്സിലേക്ക് നോക്കിയേ, 30% കൊണ്ട് കുട്ടികൾക്ക് കണ്ണടയുണ്ട്. എന്താ സൂചിപ്പിക്കുക? ഈ മൊബൈൽ ക്ലാസ് കൂടി വന്ന ശേഷം ഇനി അതിന്റെ എണ്ണം കൂടാൻ പോവാണ് കേട്ടോ, ഭയങ്കരമായിട്ട് കൂടാൻ പോവാണ്. ഈ ആരോഗ്യമുള്ളൊരു കുട്ടിയെ നമുക്ക് നമ്മുടെ മോൻ ഉണ്ടാവണം, അല്ലെ നമ്മൾക്കുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണം, അല്ലെ? ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനെ ക്വാളിറ്റിയോടെ ഉണ്ടാക്കണമെങ്കിൽ അതിന് എന്തൊക്കെയാണോ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് വേണ്ടത് അത് നമ്മൾ അവിടെ ചേർക്കണ്ടേ? അതില്ലെങ്കിലോ? ഇപ്പൊ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർക്കാനായിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രോക്കൺ അണ്ടിപ്പരിപ്പ് 1 കിലോ 150 രൂപ, അത് ചേർക്കുന്നതിനേക്കാൾ മേന്മ കിട്ടിയില്ലേ കിലോ 800 1000 കൊടുത്ത് മേടിക്കുന്ന സാധനം ചേർക്കുമ്പോൾ? അപ്പൊ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഈ കുട്ടിയും ഒരു പ്രൊഡക്റ്റ് അല്ലേ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതല്ലേ? ഈ കുട്ടിയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താ കുട്ടിയുടെ ഇൻഗ്രീഡിയന്റ്? ഈ കുട്ടി വരുന്നത് എവിടുന്നാ? ആദ്യം ഒരു ഭ്രൂണമായി അമ്മയുടെ വയറ്റിൽ ചെന്നിട്ടല്ലേ? അപ്പോൾ ഒരു നല്ല ഭ്രൂണത്തിൽ നിന്നല്ലേ നല്ല കുട്ടി ജനിക്കൂ? നല്ല ഭ്രൂണം ഉണ്ടാവണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള അണ്ടവും നല്ല ക്വാളിറ്റിയുള്ള ബീജവും തമ്മിൽ കൂട്ടിമുട്ടണ്ടേ? ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടാവണമെങ്കിൽ ആ അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ക്വാളിറ്റി ഉള്ളതാവണ്ടേ? ആ കഴിക്കുന്ന ആഹാരമല്ലേ ആ ക്വാളിറ്റി തീരുമാനിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ മജ്ജയും മാംസവും രക്തവും ബീജവും അണ്ടവും ഒക്കെയായി മാറുന്നെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് കഴിച്ചിട്ട് ക്വാളിറ്റിയുള്ള ബീജം വേണമെന്ന് ആഗ്രഹിക്കുന്നോ? എന്നിട്ട് ആ ബീജം പോയിട്ട് ക്വാളിറ്റിയുള്ള കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നോ? എവിടെ നടക്കാൻ? നല്ല കുട്ടി ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ കർഷകനാണോ നമുക്കാണോ? എന്റെ ചോദ്യം അതാണ്. നമ്മളായിട്ട് ഘോരം തമിഴ്നാട്ടിലെ കൃഷിക്കാരെ ചീത്ത പറയും, അയ്യോ അവൻ വിഷം ചേർക്കുന്നു, ഇവൻ വിഷം ചേർക്കുന്നു. ആർക്കാ ഉത്തരവാദിത്തം? നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? കുറെ അമ്മമാരിനകത്ത് കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കൂട്ടുകാർ കുറെ പേര് ഇവിടെ ഉണ്ട്. പക്ഷേ 14,000 ടൺ വിഷപ്പച്ചക്കറിയാണ് കൂട്ടുകാരെ ഓരോ ദിവസവും ഇപ്പുറത്തേക്ക് വരിക, ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്രയും പച്ചക്കറി എങ്ങോട്ടാ പോണേ? നമ്മളുടെ വയറ്റിലേക്കല്ലേ. സീരിയല് കണ്ട് കരയാൻ ഇവിടുത്തെ അമ്മമാർക്ക് സമയമുണ്ട്. ഞാൻ വാതിലടച്ചിട്ടേക്കാം, കാരണം അപ്പുറത്ത് സീരിയലിന്റെ വലിയ ബഹള. ഞാൻ അമ്മമാരോട് പറയും, അമ്മയെ കരയുന്ന കണ്ണീരിന്റെ 2 തുള്ളിയെങ്കിലും മുറ്റത്ത് നിൽക്കുന്ന ചീരയുടെ ചോട്ടിലൊഴിക്കാൻ തയ്യാറായാൽ നമ്മൾക്ക് ഒരു നേരമെങ്കിലും മക്കൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം.
ഏതോ കഴിഞ്ഞ വർഷം വരെ എന്റെ മീറ്റിംഗ് സ്ഥിരമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ കേരളത്തിലെ അമ്മമാരുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ദീപ്തി പ്രസവിക്കണില്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ ചിലരുടെ അറിയാവുന്നവരുടെ മുഖത്ത് ചിരി ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ അവള് പ്രസവിച്ചോന്ന് എനിക്കറിയില്ല, ആ സീരിയൽ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ടേക്ക് ഇറ്റ് ഫ്രം മീ, ഒരു 20 വർഷം കഴിയുമ്പോൾ ദീപ്തി പ്രസവിക്കാത്തതായിരിക്കില്ല അമ്മേ നമ്മുടെ പ്രശ്നം. നമ്മുടെ മക്കളോ അവരുടെ മക്കളോ പ്രസവിക്കാനേ പോണില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഉയർന്നു വരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ 10ൽ 4 ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കാണ്. കാരണം പണ്ട് കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ ഇന്ന് 4-5 വർഷത്തെ തിരിവും ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഇതുണ്ടാകുള്ളൂ. കാരണം അന്നത്തിൽ തെറ്റുപറ്റി. അന്നത്തിൽ തെറ്റുപറ്റിയാൽ അണ്ടത്തിൽ തെറ്റുപറ്റും. അന്നത്തിൽ തെറ്റുപറ്റിയാൽ ബീജത്തിൽ തെറ്റുപറ്റും. അന്നാം ഭവന്തി ഭൂതാനി. അന്നം കറക്റ്റ് ചെയ്യണം, അന്നം തിരിച്ചു പിടിക്കണം. അതിനൊരു പദ്ധതി വേണം വീട്ടിൽ. അതുകൊണ്ടാണ് ഈ വെൽനസ് സെഗ്മെന്റില് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക. നല്ല ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത്. അവനവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൂട്ടായി ചേർന്നോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയോ വീട്ടിൽ തന്നെയൊക്കെ ചെയ്ത് നല്ല ഭക്ഷണം ഒരുക്കുക. ഇനി കുട്ടികളുടെ കാര്യം വിട്. നമ്മൾ മിക്കവാറും ഇതിനകത്തിരിക്കുന്ന മിക്കവാറും ഒരു 30, 35, 40 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ് അല്ലെ. പ്രായവും ചൈതന്യവും ഒരു ഘടകമാണ്. പ്രായവും ചൈതന്യവും. ചിലർക്ക് പ്രായം വെറും നമ്പറുകൾ മാത്രമാണ്. എന്നാൽ ചിലർക്കോ 57 വയസ്സ് കഴിഞ്ഞു 59ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആഘോഷിക്കുന്നതോ കാണാൻ നമ്മളോട് ചെല്ലുമ്പോൾ കൂഞ്ഞു കൂടിയിരിപ്പുണ്ടാവും. നമ്മുടെ ഓജസ് ഒക്കെ നമുക്ക് ആസ്വദിച്ചു പോകണ്ടേ? കുറച്ചുകൂടി പ്രായമായിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് നമ്മുടെ മലവും മൂത്രം കോരിച്ച് ബെഡിൽ കിടന്ന് നരയിച്ചു പോണോ? ഞാൻ ചില ചാനൽ ഇന്റർവ്യൂലൊക്കെ പോയിരിക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റ്, ഞാൻ പക്ഷേ ഈ ഡോക്ടർമാരെ എതിർത്ത് വർത്താനം പറയാറില്ല കേട്ടോ. ഞാൻ അവരുടെ കൂടെ കൂടി വർത്താനം പറയുള്ളൂ. പക്ഷെ അവരുടെ കൂടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കും. അവർ പറയും, സാർ ഞങ്ങളുടെ മോഡേൺ മെഡിസിൻ കാരണം ഇവിടെ ആയുസ് കൂടി എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, യെസ് ആയുസ് കൂടി, പക്ഷെ അത് ക്വാളിറ്റി ഉള്ള ആയുസാണോ? കുറെ മരുന്നുപൊതിയും കുറെ ട്യൂബും കൊള്ളിലും കയറ്റിയിട്ട് നമ്മൾ കുറെ വെന്റിലേറ്ററിൽ പോയിട്ട് 10 വർഷം കിടന്നിട്ട് എന്താ കാര്യമുള്ളേ? എന്ത് വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലൊരു ജീവിതം എന്ന് കവി പാടിയ പോലെ നമ്മൾ വീണ് മരിക്കണം. അത് കുറെ പ്രായം എത്തി നമ്മൾ കർമ്മ മേഖലയിൽ അപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഇപ്പൊ നാടക നടന്മാരൊക്കെ പറയുന്നില്ലേ സ്റ്റേജിൽ വീണ് മരിക്കണം, അതേപോലെയല്ലേ നമുക്ക് സംഭവിക്കേണ്ടത്? അല്ലാതെ കുറെ കുഴലും കുത്തിക്കിടന്നിട്ട് അങ്ങനെയല്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ് ചെയ്യണം. കാരണം ഓരോ നമ്മുടെ ഭക്ഷണത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷ്യൻസ് ഫാക്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരം എടുക്കുക. നമ്മൾ എന്താ പറയാ, പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ അല്ലെ നമ്മുടെ വളർച്ച പൂർത്തിയാന്ന് പറയാ? അല്ല, നമ്മുടെ വളർച്ച നമ്മൾ ദിവസവും വളരുന്നുണ്ട്. ഒരു ദിവസം 200 ബില്യൺ പുതിയ ചുവന്ന രക്താണുക്കൾ നമുക്കുണ്ടാവുന്നുണ്ട്. 120 ദിവസം കൂടുമ്പോൾ നമ്മുടെ തൊലി പോയിട്ട് പുതിയ തൊലി വരുന്നുണ്ട്. 90 ദിവസം കൂടുമ്പോൾ നമ്മുടെ അസ്ഥികൾ തകരുകയും പുതിയ അസ്ഥികൾ ആകുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും പഴയത് കൊഴിഞ്ഞ് പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ വരുന്ന സാധനം ഉണ്ടാക്കുമ്പോൾ അത് ക്വാളിറ്റിയുള്ള സാധനം വെച്ചല്ല ഉണ്ടാക്കുന്നെങ്കിലോ? ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത് എന്താ? ഒരു തക്കാളി ചെടിയാണ്, ഒരു തക്കാളിയുടെ കായാണ്. ഈ തക്കാളി ഒരു പെർഫെക്റ്റ് തക്കാളിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? എന്താ പോരായ്മ? ഈ തക്കാളി അവിടെ ഇവിടെയൊക്കെ പാണ്ട് കണ്ടോ? കാരണം ഒരു തക്കാളി ചെടി തക്കാളി ഉണ്ടാക്കുന്നത് മണ്ണിലെ വളം വലിച്ചെടുത്തിട്ടാണ്. അതാണ് തക്കാളിയുടെ ഭക്ഷണം. അപ്പോൾ തക്കാളി കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ഉപയോഗിച്ചാണ് തക്കാളി അതിന്റെ ഫലം ഉണ്ടാക്കുന്നതെങ്കിൽ ഈ തക്കാളിയുടെ ചുവട്ടിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ട്, ഈ തക്കാളിയുടെ ചുവട്ടിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അത് ആ സാധനം ഇല്ലാതിരുന്നത് കൊണ്ട് അതിന്റെ കുറവ് ആ തക്കാളിയിൽ പ്രതിഫലിച്ചെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മളുടെ കോശങ്ങളാണിതെല്ലാം. ഈ അസ്ഥി എന്ന് പറയുന്നതും മജ്ജ എന്ന് പറയുന്നതും രക്തം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോശങ്ങളല്ലേ? ഈ തക്കാളിപ്പഴം പോലെ തന്നെയാണ് ആ കോശങ്ങളും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ചിട്ടാണ്
ഈ കോശങ്ങളെ മേക്ക് ചെയ്യുന്നെങ്കിൽ ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആണോ? കറക്റ്റ് ആണ്. ഇല്ല ബ്രേക്ക് ആവുന്നില്ല. അതെ, ബ്ലൂടൂത്ത് കണക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ബ്ലൂടൂത്ത് ഉള്ളവർ അത് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഒത്തിരി കുറയുന്നതായിരിക്കും. ബ്ലൂടൂത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് ആകുന്നതാണ്. താങ്ക് യു ഷിനുഭായ് ഫോർ ദ വാല്യൂബിൾ ഇൻഫർമേഷൻ. അപ്പോ 14 എസെൻഷ്യൽ മിനറൽസ് വേണം, 10,000-ലധികം പ്രോട്ടീൻസ് വേണം, 20 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് വേണം. ഇതെല്ലാം നമ്മുടെ കഴിക്കുന്നതിന് നമുക്ക് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണോ? അവിടെയാണ് പ്രശ്നം. നമ്മൾ കുറെ ചോറ് തിന്നും, അതിന്റെ കൂടെ കുറെ ചിക്കനും കുത്തിക്കയറ്റും, അല്ല അത് കുത്തിക്കയറ്റും, ഇത് കുത്തിക്കയറ്റും. നോ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അല്പം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക, ഇലക്കറികളുടെ എണ്ണം കൂട്ടുക, ഇലക്കറികൾ ധാരാളമായിട്ട് ഭക്ഷിക്കുക, പിന്നെ പഴങ്ങൾ കഴിക്കാവുന്നതും ഭക്ഷിക്കുക, ഈ ബേക്കറി ഫുഡ്സ് കഴിയാവുന്നതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ക്വാളിറ്റിയുള്ള സാധനം കൊടുത്തിട്ട് ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ആ മേഖലയിൽ കുറെ നാളായി. നേരത്തെ സൂചിപ്പിച്ചാണ് ഇത്. എൻ്റെ ഒരു ഫ്രണ്ട് ക്യാൻസർ വന്ന് മരിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ തിരിയുന്നത്. അപ്പോ കർഷകശ്രീ മാഗസിനിൽ നമ്മളെ കുറിച്ച് വന്നൊരു ആർട്ടിക്കിളാണ് ക്യാൻസറിനെതിരെ തൂമ്പയെടുത്തവർ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ടി വി രംഗം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു സമയത്ത് ഭയങ്കര ഒരു ക്യാൻസർ ഇന്റൻസിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. ഒരുപാട് റിസർച്ചുകളൊക്കെ ഇവിടെ വന്ന് നടത്തിയിട്ടുണ്ട് സയന്റിസ്റ്റുകൾ. അപ്പൊ ഞങ്ങൾ ഈ വേമ്പനാട്ട് കായലിന്റെ കരയിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രധാന ഭക്ഷണം ഈ കക്കയിറച്ചിയാണ്. ഇവിടുത്തെ ഈ കക്കയിറച്ചി പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നുമില്ല, നേരെ കായലിലേക്ക് ആടുക, കുറെ കക്ക വാരുക, പുഴുങ്ങുക, കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കക്കയുടെ സ്വഭാവം എന്ന് പറയുന്നത്, കക്ക ഒരു വളരെ കായലിനെ നിലനിർത്തുന്നത് കക്കയാണ്. കക്ക കായലിലെ അത് ഇരിക്കുന്ന പ്രദേശത്തെ അഴുക്ക് മുഴുവൻ കഴിക്കുകയും ആ പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ തൊട്ടക്കരയിൽ വാരനാട് എന്ന സ്ഥലത്ത് ഒരു വിജയ് മല്യയുടെ ബിയർ ഫാക്ടറി ഉണ്ട്. അപ്പൊ അതിലെ വേസ്റ്റുകൾ കായലിലേക്ക് വരികയും അത് ഈ കക്ക കഴിക്കുകയും നമ്മൾ ആ കക്കയെ ക്ലീൻ ചെയ്യാതെയൊക്കെ ചെല്ലുക, അങ്ങനെയൊക്കെ എന്നുള്ള കുറെ എന്തൊക്കെയോ വന്നു. അപ്പോൾ അവിടെ നമ്മൾ പക്ഷേ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്, എന്ത് കാരണം കൊണ്ട് വന്നോട്ടെ, നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാം എന്നുള്ള ആശയത്തിന്റെ പുറത്താണ് നമ്മൾ കൃഷി എന്ന് പറയുന്ന ഒരു ആശയം പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അതിനുവേണ്ടി നമ്മൾ രൂപീകരിച്ച സംഘടനയാണ് അനാമയ. അനാമയ എന്നാൽ ആമയം എന്നാൽ അസുഖം, അനാമയ എന്നാൽ അസുഖമില്ലാത്ത, രോഗമില്ലാത്ത അവസ്ഥ. അതിന്റെ ഗ്രൗണ്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് 2013-ലാണ്. ഇപ്പോൾ 8ാമത്തെ വർഷമാണ് അനാമയ. 5000-ഓളം കുടുംബങ്ങൾ അനാമയിലുണ്ട്. ഇതൊക്കെ നമ്മുടെ കൃഷി കാഴ്ചകളാണ്. ഞങ്ങളുടെ കൃഷി ആയിരിക്കുന്ന മുടിയനാണ് ഞാൻ കേട്ടോ. നമ്മുടെ സുപ്രസിദ്ധ പാട്ടുകാരി, ഞങ്ങളുടെ വൈക്കത്തിന്റെ സ്വകാര്യ അഹങ്കാരം, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ് ഞങ്ങളുടെ ക്ലബിന്റെ ബ്രാൻഡ് അംബാസഡർ. 10,000 കുടുംബങ്ങൾ ഈ ക്ലബിലുണ്ട്. മാസവരി ഇല്ലാതെ, മെമ്പർഷിപ്പ് ഫീസ് ഇല്ലാതെ, സംഭാവനകൾ മേടിക്കാത്ത ഒരു ക്ലബ്ബാണ് അനാമയ. ഞങ്ങളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ട്, അവരാണ് ഇതിന്റെ ഫണ്ടേഴ്സ്. നമ്മൾ വൈക്കത്തെ 2 മെഡിക്കൽ സ്റ്റോറുകളിൽ നമ്മൾ 8ഓളം ക്യാൻസർ രോഗികൾക്ക് അവർക്ക് ആവശ്യമുള്ള ഫുൾ മരുന്ന് മേടിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. മന്ത്ലി ആ ബില്ല് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. 135 ക്യാൻസർ പേഷ്യൻസ് അത്താഴക്കഞ്ഞി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. 600ഓളം ക്ലാസ്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന് എന്നൊരു ആശയമാണ് നമ്മൾ പ്രചരിപ്പിക്കുക. കനത്ത ഫീസാണ് എൻ്റെ, ഞാനത് എല്ലാ മീറ്റിങ്ങിലും പറയും. നാരങ്ങ വെള്ളം, 1 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ്. അപ്പോൾ 600ഓളം ക്ലാസ്സുകൾ എടുത്ത് 600ഓളം നാരങ്ങ വെള്ളം കുടിച്ച ഒരാളാണ് ഞാൻ. അതും സംഘാടകർ പ്രാന്താന്ന് പറയും. കാരണം ഇപ്പൊ ഞാൻ പയ്യന്നൂരൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. പയ്യന്നൂർ വന്ന് കാർ ഓടിച്ച് ക്ലാസ് എടുത്തിട്ട് വന്നെങ്കിൽ എത്ര രൂപ എക്സ്പെൻസ് ആവും. എന്നിട്ട് അവരൊരു കവർ തരുമ്പോൾ വേണ്ട നാരങ്ങ വെള്ളം മതി എന്ന് പറയുമ്പോൾ അവർ ഓർത്ത് കാണും ഇയാൾക്ക് പ്രാന്താണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീടിന്റെ വിളക്കണയുകയാണ്. ആ വീടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീടിന്റെ ആണിക്കല്ലാണ് ഇളകുക. ഈ ക്യാൻസറിന്റെ കുഴപ്പം എന്താണെന്നറിയോ? അവൻ വെറുതെ വന്ന് കൊണ്ടുപോകില്ല, നമ്മളെ കുത്തുപാള എടുപ്പിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ. ക്യാൻസർ പേഷ്യൻസിന്റെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ സങ്കടം, ഇത് സഹിക്കാം, പക്ഷെ ഈ പേഷ്യന്റ് തിന്നുന്ന വേദന അത് കണ്ടു നിൽക്കാനാണ് ഏറ്റവും വലിയ പാടെന്നാണ് പലരും പറയുക. അപ്പൊ എന്തിനു നമുക്ക് പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം? കുറച്ചൊന്ന് ശ്രദ്ധിക്കൂ, ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തൂ, അത്യാവശ്യം കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ കുറെ ആൾക്കാർ രാവിലെ 5 മണിക്ക് ഒരു 5 AM ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് എല്ലാവർക്കും കോൾ ചെല്ലും. 5:30 ആകുമ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ വരണം. എന്നിട്ട് ആദ്യത്തെ 15 മിനിറ്റ് കുറെ ഓട്ടം, പിന്നെ കുറെ മെഡിറ്റേഷൻസ്, പിന്നെ ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബ് നടത്തുന്നുണ്ട്. ശ്രമങ്ങളാണ്, നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് ഓരോരുത്തരും അല്ലേ.
നിരവധി പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ ദൈവം അനുഗ്രഹിച്ചു. കാരണം കൃഷിയിലേക്ക് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെണ്ട ഏതാ പയറേന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വിത്തുകളുടെ ശേഖരണങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം നാടൻ വിത്തുകളുടെ കാര്യത്തിൽ നമുക്കുണ്ട്. എന്നാൽ എന്റെ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ഞാൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരു ഫോട്ടോയാണ്. ഇപ്പൊ വൈക്കംകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. വൈക്കം മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കൃഷിയുമായിട്ട് വരുമ്പോൾ ഇവിടെ 1 ഏക്കർ നെൽകൃഷിയിലായിരുന്നു. പക്ഷേ വൈക്കം മുനിസിപ്പാലിറ്റിക്ക് കേരളത്തിലെ 2016 ഏറ്റവും മികച്ച 2017 അവാർഡല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്, ഏറ്റവും മികച്ച ജൈവ മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഒരു റോള് വഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യ മുഹൂർത്തം എന്ന്. കാരണം നമ്മൾ കുറെ കൃഷി ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കുന്നതിനല്ല നമ്മൾ ഫോക്കസ് ചെയ്തത്, മനുഷ്യന്റെ മനസ്സിലേക്ക് കൃഷി ഇടുക, മനുഷ്യന്റെ മനസ്സിൽ വിത്തിടുക എന്നുള്ളതിനാണ് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തത്. നിരവധി കാർഷിക മേളകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മക്കളുടെ മനസ്സിൽ, കുട്ടികൾക്കാണ് ഇത്. VHSC അഗ്രികൾച്ചർ പിള്ളേരാണ്, ഇവർക്ക് നമ്മൾ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ കുറെ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് ചിത്രങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരാളെങ്കിലും തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടില് ഞാൻ വിഷമില്ലാതെ ഭക്ഷണം ഒരുക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ വിജയിച്ചു. അതിലെന്താ വഴി എന്നുള്ളത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിൽ എന്തൊക്കെയാ വഴി എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം. ധാരാളം സ്കൂളുകളിൽ ധാരാളം കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ, കാരണം കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത്. നിരവധി ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സും ഒക്കെയുള്ള വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് ഇതൊക്കെ. ഇത് ഒരു 30 വർഷം തരിച്ചു കിടന്നൊരു പാടമായിരുന്നു. ഈ പാടത്തിലെ നെല്ലാണ് നമ്മൾ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ വലിയൊരു സന്തോഷമായിരുന്നു. ഇത് ഞങ്ങൾ പുറത്ത് വിറ്റിട്ടില്ല. ഈ നെല്ല് പേഷ്യൻസിന് തന്നെ കൊടുത്ത് തീർക്കുമായിരുന്നു ഈ സാധനം. ഞങ്ങളുടെ കൊയ്ത്തുത്സവമായിരുന്നു. അപ്പോ ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ വീടിന്റെ അടുക്കള വിഷമില്ലാതാക്കി മാറ്റാൻ ഒരു തീരുമാനം എടുത്തുകൂടെ? നമ്മുടെ മക്കൾക്ക് വിഷത്തിന് പകരം അമൃത് പോലത്തെ ഫുഡ് കൊടുക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തുകൂടെ? ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ നമ്മുടെ മക്കളെ ഒന്ന് പ്രേരിപ്പിച്ചുകൂടെ? അവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതതിന്റെ വെൽനെസ് പാർട്ട്, വെൽത്ത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, മരുന്ന് കഴിച്ച് മാറ്റാന്ന് ധാരണയുണ്ടോ? ചിലക്ക് ധാരണ എന്താണെന്നറിയോ? കൊളസ്ട്രോൾ ആണല്ലേ, കുഴപ്പമില്ല, 2 ഗുളിക കൂടുതൽ കഴിച്ചാൽ മതി, എന്നിട്ട് കുറെ കൂടി കഴിക്കാം എന്നുള്ള. അത് വേണോ? അയാട്രോജനിക് ഡിസീസ് എന്ന വാക്ക് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കഥ പറഞ്ഞത്. വെറുതെ ആയസ് കളയാനായിട്ട് നിൽക്കണ്ട. എന്നാൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫിനാൻഷ്യൽ സൈഡാണ്. ഞാൻ നേരത്തെ കാണിച്ച ഒരു ചാർട്ട് ഉണ്ട് അല്ലെ? നടുക്ക് നമ്മൾ നിന്നിട്ടുകൊണ്ട് ഡോക്ടർമാര്, ഇൻഷുറൻസ് കമ്പനികള്, ഫണ്ടേഴ്സ്, ലാബുകള്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലാഭം കൊയ്യുമ്പോൾ നമ്മൾ അവിടെ നമ്മളെ പിഴിഞ്ഞവരെടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു റോളുമില്ല. അങ്ങനെയല്ല. ഈ വെൽനസ് സെഗ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ ഈ വെൽനസ് സെഗ്മെന്റിൽ ഇനി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് നിങ്ങളുടെ എക്സ്ട്രാ ടൈം വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ ഐഡിയ വിനിയോഗിക്കുകയോ നിങ്ങളുടെ കുറച്ച് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ ഈ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നീങ്ങാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇത് ഫിക്കി പുറത്തുവിട്ട, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി പുറത്തുവിട്ട ഒരു കണക്കാണ്. എസ്റ്റിമേറ്റഡ് വെൽനസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ നിങ്ങൾ നോക്കുക, 490 ബില്യൺ രൂപയാണ് ഈ മേഖലയിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ബിസിനസ്. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ വേറെ ആരെങ്കിലും. അങ്ങനെയല്ല, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ 5-6 പേര് കൂടി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വെൽനസ് സെന്റർ, വെൽനസ് എന്ന് പറയുമ്പോൾ ഈ സപ്ലിമെന്റുകൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു യോഗ സെന്റർ സ്റ്റാർട്ട് ചെയ്ത് കൂടാ? ഇപ്പൊ ഒരു യോഗ മാസ്റ്റർ, യോഗ പഠിച്ച ഒരാളുണ്ട്, നിങ്ങൾക്ക് അയാളെ കൂടി കൂട്ടിയിട്ട് നിങ്ങളുടെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ 5-6 പേര് ചേർന്നിട്ട് ഒരു യോഗ സെന്റർ സ്റ്റാർട്ട് ചെയ്യൂ. ജനം ഒഴുകിയെത്തും. കാരണം യോഗയ്ക്ക് വെൽനസിൽ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം. റിലാക്സിങ് സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യാം, ഡാൻസ് ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യാം, വെയിറ്റ് ലോസിങ്,
ക്ലബ്ബുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഇതിനകത്ത് ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗംഭീരമായ, കാരണം ഈ മെന്റൽ സ്ട്രെയിനും മെന്റൽ വെൽനെസ് ഒക്കെ ഒരു വലിയ ഘടകമാണ്. നിങ്ങൾക്ക് ആ മേഖലയിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് കൗൺസിലിംഗ് സെന്റേഴ്സോ, അതിനൊക്കെ ഗംഭീരമായ സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നത്. സോ ആ സാധ്യതകളിലേക്ക് നിങ്ങളൊന്ന് വിരൽ ചൂണ്ടണം. നിങ്ങൾക്ക് ന്യൂട്രീഷൻ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കരുത്, ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുത്. ഈ മേഖലയിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അതുമായിട്ട് കൂടിച്ചേരാവുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് യോഗ അറിയാവുന്ന അല്ലെങ്കിൽ ഒരു 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 ബ്യൂട്ടി തെറാപ്പി അറിയാവുന്ന ഒരാളെ കൂട്ടുപിടിക്കുക. അയാൾക്ക് പൈസ ഇല്ലാതിരിക്കുമായിരിക്കാം, അയാൾ കുറച്ചുപേരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഒരു സെന്റർ ആയിട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ അതിന്റെ സൈലന്റ് ഇൻവെസ്റ്റർ ആവുക. അത് ഒരാൾ കൂട്ടിയാൽ കൂടില്ലേ, നിങ്ങൾ 5-6 പേർ ചേർന്ന് ചെയ്യുക. അപ്പൊ നമുക്ക് ഏതെല്ലാം വഴി ഇതിനകത്തേക്ക് വരാൻ പറ്റും നോക്കാം. ഇനി 2, ഓർഗാനിക് ഫാമിംഗ്. നല്ല ഫുഡ് കിട്ടാത്തത് കൊണ്ടാണ് ആൾക്കാർ വിഷം മേടിക്കാൻ പോകുന്നത്. നല്ല ഫുഡ്, അതിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ഓർഗാനിക് ഫാമിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കരിയർ തിരഞ്ഞെടുത്തോളൂ. കാരണം അവിടെ ഓർഗാനിക് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫുഡ് സയന്റിസ്റ്റ് ഭയങ്കര സ്കോപ്പുള്ള ഒരു മേഖലയായിട്ട് വരാൻ പോവാണ്. ഓർഗാനിക് ഫാർമർ, ആരാ പറഞ്ഞത് ഓർഗാനിക് ഫാർമർക്ക് ഇവിടെ സ്കോപ്പില്ലെന്ന്? തെളിയിച്ചിട്ടാ പറയണേ. ഞാൻ എന്താ പറയാ, ഞാൻ കമ്മ്യൂണിക്കേഷനിലാണ് എനിക്ക് ഗ്രാജുവേഷൻ ഉള്ളത്. ഞങ്ങളുടെ ആ ഗ്രൂപ്പ്, അത് മിക്കവാറും എല്ലാം നോർത്ത് ഇന്ത്യക്കാരാണ് അതിനകത്ത്. അവരൊക്കെ എന്നെ ആദ്യം എന്താ പറയാ വട്ടാന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആരും അങ്ങനെ വിളിക്കുന്നില്ല. ഇന്ന് എല്ലാവരും വിളിക്കുന്നത് എന്താ അറിയോ, ഞാനൊരു പ്രൊജക്ട് ഡിക്ലെയർ ചെയ്തപ്പോ അളിയ പറയൂ നമുക്ക് എന്ത് ചെയ്യണം. കാരണം എല്ലാവരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡസ്ട്രി, ഓർഗാനിക് സർട്ടിഫൈങ് ഏജന്റ്, പഠിപ്പിക്കുന്ന ആൾക്കാർ, ഓർഗാനിക് റീറ്റെയിലർ, ഓർഗാനിക് അഗ്രികൾച്ചർ മാനേജർ, ഒരു റെസ്റ്റോറന്റ് ഉടമ, അങ്ങനെ പല സ്കോപ്പുകളിൽ ഈ വെൽനെസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ, ഒരിക്കലും പറ്റാത്തത് പോയി ചെയ്ത് പിടിക്കരുത് കേട്ടോ. നമുക്ക് അറിവില്ലെങ്കിൽ അറിവുള്ള ആൾക്കാരെ കൂടെ കൂട്ടുക, പണമില്ലെങ്കിൽ പണമുള്ള ആൾക്കാരെ കൂടെ കൂട്ടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പേപ്പർ, ഞാൻ ഇതിനൊക്കെ തോട്ട്സേ തരുന്നുള്ളൂ, ഐഡിയ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാൻ വഴി കാണിച്ചു തരികയാണ്. ഇപ്പൊ നമുക്കറിയാലോ, ചില കാലഘട്ടത്തില് അല്ലെ, ഓരോ ബിസിനസ്സിനും ഓരോ കാലഘട്ടം ഇല്ലേ. ഇപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം, മൊബൈൽ ഫോൺ, ഇപ്പൊ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ഇപ്പൊ ഒരു സ്കോപ്പും ഇല്ല. എന്നാൽ ഒരു കാലത്തോ കമ്പ്യൂട്ടർ സെയിൽസ് ഭയങ്കര സ്കോപ്പായിരുന്നു. അപ്പൊ കാലഘട്ടം മാറുമ്പോൾ അവസരങ്ങൾ മാറും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നീങ്ങാൻ സാധിച്ചാൽ, ഇനി നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ, അങ്ങോട്ടേക്ക് അധികം ബ്യൂട്ടി പാർലർ ഇട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എത്ര കണ്ട് ബിസിനസ് നിങ്ങളുടെ കുറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു ഹെൽത്ത് ക്ലബ് ആണെങ്കിൽ അവിടെ ഇനി ചാൻസ് ഉണ്ട്. ആരോഗ്യത്തിന് ജനം അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു മേഖലയാണ്, നിങ്ങൾക്ക് കൈവെക്കാവുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ ഇതിന്റെ മെഡിസിനൽ പ്ലാന്റ്സ്. കാരണം ഇന്ത്യൻ ആയുർവേദമാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. ഇന്ത്യൻ ആയുർവേദം ഉയരുമ്പോൾ, ഇന്ത്യൻ ആയുർവേദം കയറി വരുമ്പോൾ, ഇനി ആയുർവേദ രംഗം നേരിടാൻ പോകുന്ന സാധനം ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? ഈ ആയുർവേദ മരുന്നുകളുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അതിലേക്ക് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ആ ഇൻഗ്രീഡിയൻസ് യഥാർത്ഥ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിലോ ഏത് വൈദ്യൻ മരുന്ന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 495 ബില്യൺ അതിലേക്ക് ആ ഇൻഡസ്ട്രി കയറി പോകുമ്പോൾ അതിന് ആനുപാതികം ഉൽപ്പന്നം കൊടുക്കാനുള്ള മെറ്റീരിയൽസ് എവിടെ? അപ്പോൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അവിടെയും വലിയൊരു ചാൻസ് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ദശമൂലം അല്ലെ, ദശമൂല ജീരകം എന്ന് പറയുന്ന ഈ സാധനം, കുമിഴിൻ വേര്, കൂവള വേര്, മൂഞ്ഞ വേര്, പയ്യാന വേര്, പാതിരി വേര്, ഓരില, മൂവില, ചെറുവഴുതന, വൻവഴുതന, പിന്നെ എരിക്ക്, 10 എണ്ണം. ഇതിൽ എത്ര ഐറ്റം ചേരുന്നുണ്ട് ഒരു ദശമൂലത്തില്? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആയുർവേദ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഈ മേഖലയുള്ളവർ ചോദിച്ചാൽ മതി. കിട്ടുന്ന സാധനം വെച്ച് വേരുണ്ടാവും, 10 വേരും ഉണ്ടാവും, പക്ഷെ ഇതാ. അപ്പോൾ അവിടെ ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാലോ? ക്വാളിറ്റി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ചെയ്യുന്നത് പുണ്യമല്ലേ? ക്വാളിറ്റി മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്ന ഒരു രോഗിക്ക് ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ നിങ്ങൾ
ഇപ്പൊ നിങ്ങളുടെ നാട്ടില് സംഘടിതമായിട്ട് ഒന്നുകൂടി ചേർന്ന് ആലോചിക്കുക. ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ വെൽനസ് കൊണ്ട് ഒരു വൻ ലാഭം, കുതിച്ചു കയറുന്ന ഒരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൂന്നാമത് ഇനി ഈ മേഖലയിൽ വർദ്ധിച്ചു വരാൻ പോകുന്നതാണ് ഫൈറ്റോ ന്യൂട്രിയൻസ്. എന്താണ് ഫൈറ്റോ ന്യൂട്രിയന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഇല ആയിക്കോട്ടെ, പൂവായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ഫലമായിക്കോട്ടെ, അതിനകത്തൊക്കെ ചില ഫ്ലവനോയിഡ്സും കെമിക്കലൊക്കെ ഉണ്ട്. ഫൈറ്റോ കെമിക്കൽ എന്നാ പറയാ, ഫൈറ്റോ ന്യൂട്രിയന്റ് എന്നാ പറയാ. ഇതിനകത്തുള്ള ഈ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഈ കണ്ടന്റുകൾക്ക്. ഫൈറ്റോ എന്ന വാക്കിന്റെ അർത്ഥം സസ്യം എന്നാണ്. ഇനി ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ്, മോഡേൺ മെഡിസിനും ആയുർവേദം കൂടി ചേർന്നുള്ള ട്രീറ്റ്മെന്റിന് വലിയ സ്കോപ്പ് ഉണ്ട്. എന്നാൽ അതിലൊക്കെ വലിയ കവച്ചു വെക്കാൻ പോകുന്ന സാധനമാണ് ഫൈറ്റോ ന്യൂട്രിയൻസ്. കാരണം നമ്മുടെ ആയുർവേദം ഒരു ഇലയരച്ച് പെരട്ടാൻ പറയുമ്പോൾ തീർന്നു അവിടെ അതിന്റെ വിശദീകരണം. എന്നാൽ ഈ ഫൈറ്റോ ന്യൂട്രിയൻസിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രമുണ്ട്. എത്തിനോ മെഡിസിൻ എന്നാണ് ആ ശാസ്ത്ര ശാഖയുടെ പേര്. ആ ശാഖ എന്താ നോക്കാന്നറിയുമോ? ഇപ്പൊ ആടലോടകത്തിന്റെ ഇല അരച്ച് പെരട്ടാൻ പറയുമ്പോൾ ആടലോടകത്തിന്റെ ഇലയ്ക്കകത്ത് ഏത് ന്യൂട്രിയന്റ് ആണ് ഈ അസുഖം മാറ്റിയത് എന്ന് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് എത്തിനോ മെഡിസിൻ. അപ്പൊ എന്താ ഗുണം? കുറെ കൂടി ഷാർപ്പായിരിക്കും. മോളിക്കുലർ സയൻസ് ആണ് മോഡേൺ മെഡിസിന്റെ പുറകിലുള്ള സയൻസ്. നിങ്ങൾ ഏത് ഗുളിക എടുത്താലും അതിന്റെ പുറകിൽ ഒരു മോളിക്കുലർ കോമ്പോസിഷൻ ഉണ്ടാവും. എന്നാൽ ഈ ന്യൂട്രിയൻസിനെ കുറിച്ചുള്ള റിസർച്ചുകൾ ഇനിയും ഒരുപാട് നടക്കണം. ലോകത്തിനെയും ഒരുപാട് റിസർച്ചിന് സ്കോപ്പുള്ള, ലോകത്തിനെയും ഒരുപാട് ഡെവലപ്മെന്റ് കാണിക്കാൻ പോകുന്ന മേഖലയാണ് ഫൈറ്റോ ന്യൂട്രിയൻസ്. അവിടെ ഞാൻ ഒരു വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്താം, ഡോക്ടർ സജീവ് കുമാർ. ഞാൻ പണ്ട് വൈക്കത്ത് ഒരു എക്സിബിഷൻ നടത്തുമ്പോൾ അവിടെ ഒരാള് ഇങ്ങനെ എന്റെ എക്സിബിഷൻസ് ഒക്കെ വന്നിങ്ങനെ കാണുന്നു. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമൊന്നുമില്ല, പക്ഷേ കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നു, എന്തോ ഒരു പരിചയം ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു. അദ്ദേഹം പരിചയപ്പെടുത്തി. അദ്ദേഹം അന്ന് KR നാരായണ സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന മേഖല ഈ എത്തിനോ മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയായിരുന്നു. അദ്ദേഹം ആയുർവേദത്തിൽ മാത്രമല്ല, കാരണം അദ്ദേഹം 300 വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അച്ഛനൊക്കെ ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായിരുന്നു. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയത് ആയുർവേദത്തിന് പുറമെ ഈ ഫൈറ്റോ കെമിക്കൽസുകളെ കുറിച്ചായിരുന്നു. അതും ആയുർവേദ സസ്യങ്ങളിൽ മാത്രമല്ല. അതാണ് ഏറ്റവും വലിയ രസം. നമുക്ക് ചുറ്റും നാം പാഴ്കളയെന്ന് പറയുന്ന പാഴ്കളകളിലെ ഔഷധ മൂല്യത്തെ കുറിച്ചാണ് അദ്ദേഹം റിസർച്ച് നടത്തിയത്. നമ്മളിങ്ങനെ തൊട്ട് കളയുന്ന എന്താ പറയാ, ചൊറിയണം അല്ലെങ്കിൽ തൊട്ടാവാടി, ഇതൊക്കെ പാഴ്ചെടികളല്ലേ? ഒരു വർഷം 7000 കോടി രൂപ മുടക്കി വെട്ടിക്കളയുന്ന പാഴ്ചെടികൾ. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കാതെയാണ് നമ്മളിത് വെട്ടിക്കളയുന്നത്. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഒരു പ്രദേശത്ത് ആരാണോ താമസിക്കുക, അവർക്ക് എന്താണോ വേണ്ടത്, അത് ആ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. നമുക്കുള്ള പല അസുഖങ്ങളുടെയും, ഞാൻ ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒരു ചെടി കാണിച്ചിട്ട് പറയും, ദാ ഈ ചെടി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആണുങ്ങളുടെ മുടി കൊഴിയെന്ന് പറയും. അപ്പൊ അവർ ചോദിക്കും, സാറേ നമുക്ക് ഈ ചെടി നശിപ്പിച്ചാലോ? അപ്പൊ ഞാൻ പറയും, അല്ല, ആ മുടി കഴിച്ചിലുള്ള ഔഷധമാണ് ആ ചെടി. മൂന്നാറിൽ വളരുന്ന റോസാപ്പൂവ് എത്ര നാള് നമ്മുടെ നാട്ടിൽ കൊണ്ട് വെള്ളമൊഴിച്ച് വളമിട്ടാലും അത്രയും വരില്ല. കാരണം ദ്രവ്യ ഗുണം എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഈ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുവട്ടത്തുള്ള എല്ലാ സാധനങ്ങളിലും പ്രകൃതി നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കളയൊന്നും കളയല്ല, കളയെന്ന് കരുതി കളയരുതേ, കളിവാക്കല്ല കളവല്ല, കളയിലുമുണ്ട് മാണിക്യം. ഇതായിരുന്നു ഡോക്ടറുടെ മുദ്രാവാക്യം. ഞാനൊരു ഡോക്ടറുമായിട്ട് ചേർന്നിട്ട് നിരവധി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. നമ്മൾ പറഞ്ഞു, നിങ്ങൾ കൃഷി ചെയ്തിട്ട് പരാജയപ്പെട്ടോ അല്ലെങ്കിൽ പരാതി ഉണ്ടോ, എന്നാൽ വിഷം മേടിക്കാൻ കടയിൽ പോകണ്ട, മറിച്ച് തൊടിയിലേക്ക് ഇറങ്ങൂ. അവിടെയുള്ള പലതും നമുക്ക് ഭക്ഷിക്കാം. നമ്മുടെ പണ്ടത്തെ ഭക്ഷണം എന്തായിരുന്നു അല്ലേ? താളും തകരെ മുമ്മാദം, ചേമ്പും ചേനയും മുമ്മാദം, ചക്കയും മാങ്ങയും മുമ്മാദം, അങ്ങനെ ഇങ്ങനെ മുമ്മാദം. മുമ്മാദം എന്ന് വെച്ചാൽ 3 മാസം. 3 മാസം നമ്മൾ താളും തകരയും കൊണ്ട് കഴിഞ്ഞു, പിന്നെ ചക്കയും മാങ്ങയും കൊണ്ട് കഴിഞ്ഞു, പിന്നെ ചേമ്പും ചേനയും കൊണ്ട് കഴിഞ്ഞു, പിന്നെ അതും ഇതൊക്കെ കൊണ്ട് നമ്മൾ കഴിഞ്ഞു. അതിൽ നമ്മൾ അകന്നു പോയി നമുക്ക് രോഗം വന്നുവെങ്കിൽ മറ്റൊരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കളകൾ ഉപയോഗിച്ച് ഭക്ഷണം വെക്കാം. നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഒരാളോട് ഒരു പൈസ പോലും വാങ്ങിയിട്ടല്ല. ഇതിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമസഭാ ക്യാൻറ്റീൻ ഒരു ദിവസം വിട്ടു തന്നു. അതില് സജീവ് ഡോക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ഗംഭീര പ്രോഗ്രാം ചെയ്തു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യ മന്ത്രി ഉണ്ടായിരുന്നു. ഈ ടേബിൾ നിങ്ങൾ കാണുന്നില്ലേ? ആ മൊട്ടത്തിലെ ഞാനാണ് കേട്ടോ.
ആ ടേബിൾ ഞാനാ മാനേജ് ചെയ്തത്. കാരണം അദ്ദേഹം ചൊറിയനമാണ്. നമ്മൾ നിങ്ങൾ എന്താ കൊടുത്തുവോ എന്താ പറയാ, ഈ കൊടുത്തുവോ ഫ്രൈ ആണ് അദ്ദേഹം കഴിക്കുക. അപ്പോ ഇനി അദ്ദേഹത്തിന് ചൊറിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ജീവനോട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ടേബിൾ അത് വലിയൊരു കോമഡി ആയിരുന്നു ആ ടേബിൾ. കാരണം അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഓപ്പോസിഷൻ ലീഡറും മുഖ്യമന്ത്രിയുമാണ് ഒരു ടേബിളിന്റെ രണ്ട് കസേരയില്. മറ്റേ കസേരയില് കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. അടുത്ത കസേരയില് നമ്മളുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്ത് ഡിവൈഎഫ്ഐ കുട്ടികളും KSUവിന്റെ പിള്ളേരും തമ്മിൽ നല്ല അടി, അകത്തിരുന്ന് ഫുഡ് അടി. അന്നത്തെ നമ്മുടെ ഈ ദിം തരികട തോമിലൊക്കെ ഇവർ ഈ പ്രോഗ്രാം എടുത്തിട്ടാണ് വെച്ച് കാണിച്ചത്. പത്രത്തിലൊക്കെ മനോരമ സഫലം ഈ ചൊറുതന സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിക്കിൾ വരെ എഴുതിയുണ്ടായി. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രമിച്ചത് ഈ ഭക്ഷ്യയോഗ്യമായ ഇലകളെ രുചിയോടുകൂടി ഭക്ഷിക്കാമെന്നും അത് ഭക്ഷിക്കുന്നതിലൂടെ നമ്മൾക്ക് വെൽനസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാസ്ഥ്യം, നമുക്ക് ഒരിക്കലും മാറില്ലെന്ന് കരുതുന്ന പല അസുഖങ്ങളെ മാറ്റാമെന്നുള്ള സന്ദേശമാണ് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. നിരവധി കൂട്ടുകൾ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ അതിലെ പ്ലാവല തോരന്റെ കൂട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു പ്ലാവല ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാം. മറ്റൊന്നുകൂടി പറയാൻ കേട്ടോ, ഈ തോരൻ നിങ്ങൾ സ്ഥിരമായി കഴിച്ചോളൂ. ഒരു 3 മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കൂ. നിങ്ങൾ ഇപ്പൊ എത്രയാണോ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നത് ആ മരുന്ന് നിർത്തിക്കോളാൻ നിങ്ങളുടെ ഡോക്ടർ തന്നെ പറയും. 80% ആൾക്കാർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഒരിക്കലും മാറില്ലെന്ന് വരുന്ന ഷുഗർ പോലുള്ള സാധനങ്ങളെ പോലും ഈ നമ്മുടെ ചുറ്റുമുള്ള വെറും പ്ലാവിലേക്ക് ക്യൂറാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തേ അതിലേക്ക് പോകുന്നില്ല? സ്ക്രീൻഷോട്ട് എടുത്തെങ്കിൽ ഞാൻ വേറൊരു കൂട്ട് തരാം. ഇതാണ് ചൊറിയനം ഫ്രൈ. നാളെ മുറ്റത്ത് ലാവിഷായി കാണുന്ന ചൊറിയനം ഫ്രൈ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കൂ. പ്രഷർ, പ്രമേഹം ബെസ്റ്റാണ്. മലബന്ധം മാറാനും ശോധനയ്ക്കും ബെസ്റ്റാണ്. നമ്മുടെ ഈ വള്ളിച്ചൊറിയനല്ല കേട്ടോ, വള്ളി കൊടുത്തുവയല്ല, ഈ വട്ടത്തിലുള്ള. നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നതിന്? അത് എന്തോ ഞാൻ ഇവിടെ ചൊറിയാണ്. അപ്പൊ അത് മറ്റേ കുറ്റിയാണ് കേട്ടോ, മറ്റേ വള്ളി പോലെ വരുന്നതല്ല കേട്ടോ. അത് ശ്രദ്ധിക്കണേ. കൂടുതൽ തിരുവനന്തപുരം ഭാഗത്ത് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണ് സർ, കുറ്റിയാണ്. ഓക്കെ, അപ്പൊ അത് നാളെ മുതൽ ഭക്ഷിച്ചോളൂ. പക്ഷെ കുറ്റിയാണ് കൂടുതലുള്ളത്. അത് പക്ഷെ അത് ഇത്ര ഡിഗ്രിക്കുള്ളിൽ വെള്ളത്തിൽ ചൂട് വന്നാൽ പിന്നെ ചൊറിയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഭക്ഷിച്ചോളൂ. ഇനി നമ്മൾ പണ്ട് സ്ലേറ്റ് തുടച്ചപ്പോൾ മഷിത്തണ്ടില്ലേ, മഷിപ്പച്ച, പണ്ട് സ്ലേറ്റ് തുടച്ചുകൊണ്ടായിരുന്ന മഷിപ്പച്ച, ആ മഷിപ്പച്ച ഉപയോഗിച്ച് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം. ആ മഷിപ്പച്ച ഉപയോഗിച്ച് നമുക്കൊരു സലാഡ് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മക്കൾക്ക് പനി വന്നോ, പാരസിറ്റമോൾ കൊടുക്കുന്നതിന് മുമ്പ് ഈ സലാഡ് ഒന്ന് കൊടുത്തു നോക്കിയേ. എത്ര തീവ്രമായ ടെമ്പറേച്ചറും ടപ്പേന്ന് താണു വരും. വേദന കുറയ്ക്കാൻ ആവശ്യമായ ഫ്ലവനോയിഡ്സും ഫൈറ്റോ കെമിക്കൽസും ഉള്ള സാധനമാണ് മഷിപ്പച്ച. നമുക്കിത് 2 ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, നമുക്ക് സ്ലൈറ്റ് കൊടുക്കാൻ. 2, ബയോളജി ലാബിൽ സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് കാണിക്കാൻ ഇതിങ്ങനെ മഷിക്കകത്ത് കലക്കിയിട്ട് മുക്കി വെച്ച് വേരിലൂടെ വലിച്ച് നമ്മൾ കളർ കണ്ടിട്ടുണ്ട്. അല്ല, അപ്പൊ ഇങ്ങനെ 225ഓളം കളകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന അസുഖങ്ങളെ മാറ്റാമെന്നൊരു വലിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത് ഷുഗർ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. ഷുഗർ, നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് എന്താണ് ഈ ഷുഗർ എന്ന് കൂടി, കാരണം ഇതിനകത്ത് ഒരുപാട് ഷുഗർ പേഷ്യൻസ് ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ഈ ഷുഗർ എന്ന് കൂടി ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 3:45-നാണ്. ഞാൻ 1 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമുക്കിത് 1 മണിക്കൂർ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. എന്താണ് ഷുഗർ, എന്താണ് ഡയബറ്റിക്? ഇതിനകത്ത് ആരെങ്കിലും ഷുഗർ പേഷ്യൻസ് ഉണ്ടോ? ഷിനുഭായി ശ്രദ്ധിച്ചോട്ടെ. ഇനി എന്താണ് ഷുഗർ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ. അതൊക്കെ ഞാൻ ഇല്ലാണ്ട് എന്ത് പരിപാടിയാ? അതാരാ? സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഒരു ജീവനുള്ള ഷുഗർ പേഷ്യന്റ് മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താ ഷുഗർ നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അറിയാലോ, ആമാശയത്തിലെത്തി വിഘടിച്ച് അത് വിഘടിച്ച് പലതായിട്ട് മാറി ഗ്ലൂക്കോസായി മാറി, അല്ലെ? ഗ്ലൂക്കോസിന്റെ വകഭേദങ്ങളായി മാറി, അതായത് പഞ്ചസാരയുടെ വകഭേദങ്ങളായിട്ട് മാറിയിട്ട് നമ്മുടെ കുടലിൽ നിന്ന് നേരെ രക്തക്കുഴലിലേക്ക് കടന്നിട്ട് ഈ രക്തക്കുഴലിൽ നിന്ന് ഈ സാധനം നേരെ സഞ്ചരിച്ച് സെല്ലുകളിലേക്ക് പോകും, കോശങ്ങളിലേക്ക് പോകും. അപ്പോ ഈ ഷുഗർ എന്ന് പറയുന്ന അവസ്ഥ, അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഒരു ജീവിതശൈലി രോഗമാണ്. അത് കേൾക്കുമ്പോഴേ നമ്മൾ കേൾക്കുന്ന 2 വാക്കുകളാണ് പാൻക്രിയാസ്, ഇൻസുലിൻ. ഇത് രണ്ടും കേൾക്കുന്നുണ്ടാവും, അല്ലെ?
അപ്പൊ എന്താണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഇരിക്കുന്ന ഈ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഷുഗറിന് ആനുപാതികമായ രീതിയിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ പാൻക്രിയാസിന്റെ ജോലി. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ ഒരു താക്കോലാണ്. ഹോർമോൺ എന്ന് അവർ വിളിച്ചോട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഇൻസുലിൻ ഒരു താക്കോലാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു താക്കോലാണ് ഇൻസുലിൻ. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. പാൻക്രിയാസ് താക്കോലിനെ രക്തക്കുഴലിനകത്തേക്ക് കടത്തിവിടുന്നു. രക്തം അങ്ങനെ ഒഴുകിയാണ്. ചുവന്ന രക്താണുക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ആ വെള്ള കളറിൽ കാണുന്ന ഗ്ലൂക്കോസ് ആണ്. നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണം വിഘടിച്ച് രക്തക്കൊഴലുകൾ വഴി നമ്മുടെ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് പാൻക്രിയാസ് താക്കോൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ രക്തത്തിലേക്ക് വിടുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? എന്തിനാണ് ഈ താക്കോൽ എന്ന് നോക്കാം. നമ്മുടെ ഒരു കോശത്തിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണിത്. ഈ കോശം അടഞ്ഞ ഭിത്തിയ. കോശത്തിനൊരു വാതിലുണ്ട്. ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. ആ പദമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വാതില് ഒരു താക്കോലിട്ട് തുറന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഗ്ലൂക്കോസ് അവിടുന്ന് വോയിസ് ഇങ്ങോട്ട് വരുന്ന ബ്രേക്കാണ് ആന്റി. കാരണം അവിടെ നെറ്റിന് പവർ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്നാൽ ആന്റിക്ക് ഇത് ക്ലിയർ ആവും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാവോ? അപ്പോ നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ് വന്ന കോശത്തിന്റെ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ സാധാരണ ഇപ്പോ റിമോട്ട് ഏരിയയിലേക്ക് ടൂറ് പോകുമ്പോ ഇപ്പൊ കുടകിലോ ഒക്കെ ചെല്ലുമ്പോ അവിടെ നോട്ടക്കാരൻ വരാൻ വൈകില്ലേ? നോട്ടക്കാരൻ താക്കോലുമായിട്ട് വരാൻ വൈകിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെയിറ്റ് ചെയ്യും അല്ലെ? അതേപോലെ ഈ പാൻക്രിയാസ് കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്ക് ഈ നോട്ടക്കാരൻ വരില്ല, താക്കോലും കൊണ്ട് ഇൻസുലിൻ വരില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് വിട്ട ഗ്ലൂക്കോസ് ഈ സെല്ലിനകത്തേക്ക് കയറാതെ രക്തത്തിനകത്ത് തന്നെ കിടക്കും. ആ സമയത്ത് നിങ്ങൾ രക്തം ഇങ്ങനെ കുത്തിയിട്ട് പരിശോധിക്കുന്നു, അയ്യോ ഷുഗർ ആണേ, ഷുഗർ കൂടിയേ. അപ്പൊ ഷുഗർ കൂടിയെന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാർ നമുക്ക് മരുന്ന് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടാവും. നമ്മൾ ആ ഇഞ്ചക്ഷൻ അങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ മരുന്ന് അങ്ങ് കൊടുക്കും. നോട്ടക്കാരെ എത്തി, താക്കോലുമായിട്ട് എത്തി, എങ്ങോട്ട് വിടും? നേരെ തുറന്നിട്ട് നമ്മളെ ഈ കോശത്തിനകത്തേക്ക് ഈ ഗ്ലൂക്കോസ് മക്കളെ കടത്തിവിടും. അപ്പൊ നമ്മൾ എന്തായി പറഞ്ഞു? ഷുഗർ കുറഞ്ഞു. നാളെ താക്കോലുമായിട്ട് ആള് വന്നില്ലെങ്കിലോ നാളെ വീണ്ടും ഷുഗർ. അതുകൊണ്ടാണ് വൺസ് നിങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മരുന്നിന്റെ പുറത്തങ്ങ് പോയി കഴിഞ്ഞാൽ, ഒരാൾ ഷുഗറിന് എത്ര വർഷം മരുന്ന് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനാണ് ഇങ്ങനെ പറയാ, ഹിന്ദുക്കളാണെങ്കിൽ അടക്കുന്ന ചിതയിലേക്ക്, ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആണെങ്കിൽ കവറിലേക്കോ കുഴിയിലേക്കോ വീട്ടിയിരിക്കുന്ന 3 ഗുളിയും കൂടി എടുത്തിട്ട് 3 പിടി മണ്ണും കൂടി വാരിയിടുന്നവരെ മരുന്ന് കഴിച്ചാൽ മതി, പിന്നെ മരുന്ന് കഴിക്കണ്ട. അതിന്റെ ദോഷവശം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു മരുന്ന് ഡപ്പിയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കരുതുക. ഇൻസുലിന്റെ ഒരു ചെറിയ ഗുളികമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 വർഷം കഴിയുമ്പോൾ ആ ഡപ്പിക്കകത്ത് ആ മരുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മൾ PhD എടുക്കുന്നുണ്ടാവും അല്ലെ? എന്താ PhD? പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, പിന്നെ വേറെ കൂടി ഉണ്ടല്ലോ, ഡയബറ്റിക്. PhD. കിഡ്നി അടിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ, ലിവർ അടിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ, മുറിവ് വന്ന ഉണങ്ങാൻ പാടാണ്. നമ്മുടെ കപ്പാസിറ്റി, സെക്സ്വൽ ഓർഗൻസിന്റെ കപ്പാസിറ്റി പോവും, കണ്ണിന്റെ കാഴ്ച പോവും. ഷുഗർ ഒരു നിസ്സാരക്കാരനല്ല, ഒരു അലൈഡ് രോഗമാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഷുഗറിനെ വേരോടെ പിടിച്ചു മാറ്റാൻ ഈ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ സഹായത്തോടു കൂടി നമ്മൾ കുറെ മാറ്റങ്ങൾ, കുറെ വെൽനസ് സെഗ്മെന്റിൽ കുറെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. കുറെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ മേഖലയിലേക്ക് നമ്മൾ വിട്ടിട്ടുണ്ട്. നിങ്ങളെ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്, നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. മിക്കവാറും അവർ നമ്മുടെ ആ പ്രൊജക്റ്റിലേക്ക് ഭാഗമായിരിക്കും. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഇതിന്റെ പുറകെയുള്ള സയൻസ്, എങ്ങനെ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതാവസാനം വരെ അവിൽപ്പതി പോലെ മരുന്ന് കൊണ്ടുനടക്കാൻ വിധിക്കപ്പെട്ടവരെ നമ്മൾക്ക് സ്ലോ പോയിസണിങ്ങൾ കൊണ്ടാണ് നമ്മുടെ നിത്യേനയുള്ള ഈ അസുഖത്തിന് സംസ്കൃത പേര് ആമയം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആമയം വന്നത് ആമത്തിൽ നിന്നാണ്. ആമം എന്നാൽ വയറിൽ നിന്നാണ്.
ഈ വയറ്റിലേക്ക് നമ്മൾ കൊടുത്ത ഭക്ഷണം കൊണ്ടാണ് നമ്മൾക്ക് ഇതെല്ലാം വന്നെങ്കിൽ അതേ ഭക്ഷണം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. സ്ലോ പോയിസണിങ് ആണ് നമുക്ക് പറ്റിയെങ്കിൽ സ്ലോ ന്യൂട്രീഷൻ ആണ് മറുപടി. ആ സ്ലോ ന്യൂട്രീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ സജീവ് ഡോക്ടറുടെ കുറെ കണ്ടുപിടുത്തങ്ങളെ നമ്മൾ ഇന്നൊരു സ്റ്റാർട്ടപ്പിലൂടെ ഇന്ന് ലോകം മുഴുവൻ എത്തിക്കുന്നുണ്ട്, 9 രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഇതിന്റെ വെൽത്ത് സൈഡ് നോക്കൂ കൂട്ടുകാരെ. 1954 മില്യൺ ആണ് 2018 ഇവിടുത്തെ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും മരുന്ന് മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇത്രയും രൂപയുടെ ഈ സാധനത്തിനും ഒരാളുടെ പോലും ഷുഗറിനെ മാറ്റാൻ പറ്റിയിട്ടില്ല. ഷുഗറിനെ മാറ്റാമെന്ന് ഞാനും പറയില്ല കേട്ടോ, അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ല, അധികാരമില്ല. മറിച്ച് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയെ നമുക്ക് സാധ്യമാണ്. അത് ഭക്ഷണത്തിലൂടെ സാധ്യമാണ്. അങ്ങനെ അനാമയമാവട്ടെ ലോകം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ഹെൽത്തി ആയിട്ട്, വെൽത്തി ആയിട്ട്, ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം മനസ്സിൽ കുറിച്ചു വെക്കുക, നമ്മളുടെ കൂടെ ആടാനും പാടാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ 1000 പേരുണ്ടാവും. നമ്മൾ ഇരുട്ടിലേക്ക് പോയാൽ നമ്മുടെ നിഴൽ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലോർക്കുക, അടുക്കളയിൽ ആഹാരം വിളമ്പട്ടെ, വിഷം വിളമ്പാതിരിക്കട്ടെ. നമ്മുടെ ഓരോ അമ്മമാരും ഡോക്ടർമാരായി മാറട്ടെ. അടുക്കളയിൽ കൊടുക്കുന്ന ഭക്ഷണം അമൃതായി മാറട്ടെ. നമ്മുടെ അടുക്കളകൾ ആശുപത്രികളായി മാറട്ടെ. അനാമയമാവട്ടെ ലോകം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരെയും. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവാൻ, നിങ്ങളുടെ വീട് അസുഖമില്ലാതാവാൻ, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ മെച്ചപ്പെട്ടു വരാൻ ചിന്തിച്ച് തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പ്രാപ്തമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു സർ. അടിപൊളി